ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മൾ കുറച്ച് നാളായെന്ന് തോന്നുന്നു അല്ലേ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ കണ്ട നല്ല സുന്ദരമായ ഒരു കാര്യമാണ്. ഡയറിയിലെ 871 പോയിന്റാണ് 871. അവിടെ ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഫൗസ്റ്റീനാമ്മയുടെ സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയാണ്. ഇത് നമുക്കൊരു വലിയ പ്രചോദനമാവണം. പ്രത്യേകിച്ച് നമുക്ക് ചില സമയത്തൊക്കെ എല്ലാവരെയും ഒരുപോലെ ഒന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ വിഷമിപ്പിച്ചവരോടൊക്കെ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഫൗസ്റ്റീനാമ്മ പറയുന്ന ബേസായ കാര്യം ഇതാണ്: എൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനവും പ്രചോദനവും ഈശോയാണ്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം ഈശോ മാത്രമാണ്. പക്ഷേ അത് അത്ര ഈസി അല്ല എന്നുള്ള കാര്യത്തിൽ ഫൗസ്റ്റീനാമ്മയ്ക്കും സംശയമില്ല, നമുക്ക് സംശയമില്ല. 871 ഈ ഒരു പോയിന്റിൽ ഫൗസ്റ്റീനാമ്മ പറയാണ്, എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാം എന്നെ സ്നേഹിക്കണമെന്നോ അവരെല്ലാം എൻ്റെ കൂടെ നിൽക്കണമെന്നോ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണേ. ഫൗസ്റ്റീനാമ്മ പറയാണ്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഭയങ്കര സ്പേസ് കൊടുത്തേക്കാണ് എല്ലാവർക്കും. അവരോടൊന്നും ഞാൻ എൻ്റെ സങ്കടം പറയാറൊന്നുമില്ല. ഞാൻ അവരോട്, എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്നും സങ്കടം പറയാറില്ല. പക്ഷേ അവരുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ സ്വീകരിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടാകും ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ നമ്മുടെ സങ്കടവും വേദനയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഹൃദയത്തിൻ്റെ ഈ ഒരു മിടിപ്പൊരു ചങ്കുപൊട്ടുന്ന വേദനയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല, അവരത് സ്വീകരിക്കണമെന്നില്ല, ചിലപ്പോൾ അവർ മൈൻഡ് പോലും ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാൻ മാത്രമേ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോഴേ അവർ ചിലപ്പോൾ കൂടെ നിൽക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഫൗസ്റ്റീനാമ്മ പറയാണ്, ഞാൻ അവരിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫൗസ്റ്റീനാമ്മ പറയുന്ന ഈ കാര്യം ആദ്യത്തെ ഒരു ഉണർത്തുപാട്ടായിട്ട് കിട്ടണം. നമ്മൾ അധികം പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ സങ്കടം ചിലപ്പോൾ കൂടും. ഇവരെന്നെ കേട്ടിരിക്കണം, ഇവരെൻ്റെ ഈ സങ്കടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്ന് ഫൗസ്റ്റീനാമ്മ പറയാണ്. ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ച് അവർ സങ്കടം പറയുമ്പോൾ ഞാൻ അവരെ തിരസ്കരിക്കാറുമില്ല. അവർ സങ്കടം പറയാൻ വേണ്ടി വന്നാൽ, എന്നെ അവർ കേട്ടിരുന്നില്ലെങ്കിൽ പോലും, എൻ്റെ ഒരു വേദനയുടെ സമയത്ത് അവരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും, അവർ വേദനിക്കുമ്പോൾ, അവരുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ അത് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഈസി അല്ല. ഫൗസ്റ്റീനാമ്മ വിശുദ്ധയായത് അങ്ങനെയാണ്. നമ്മൾ വിശുദ്ധരായിക്കൊണ്ടിരിക്കുന്നതും ഇതിനൊക്കെ പരിശ്രമിക്കുമ്പോഴാണ്. ഫൗസ്റ്റീനാമ്മ പറഞ്ഞ കാര്യം മറക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പ്രചോദനം ഈശോയുടെ സ്നേഹമാണ്. അവരുടെ വേദനകളെല്ലാം ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. അവരുടെ നൊമ്പരങ്ങളെല്ലാം ഞാൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. അവരെന്നെ സ്വീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ അവരുടെ വേദന ഏറ്റെടുക്കുകയാണ്. അവരെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഫൗസ്റ്റീനാമ്മ പറയാണ്, എനിക്ക് ഈശോയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സഹനങ്ങൾ, വേദനകൾ എൻ്റെ ഹൃദയത്തിൽ അതിനൊരു സ്ഥാനം കൊടുക്കുമ്പോൾ എനിക്ക് ഈശോയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടുകയാണ്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഫൗസ്റ്റീനാമ്മ ധൈര്യത്തിൽ പറയുന്നത്, എനിക്ക് അവരോടൊന്നും പറയണ്ട, അവരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, അവരുടെ ഹൃദയത്തിൽ എൻ്റെ വേദനകൾ അവർ ഏറ്റെടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ അവരുടെ വേദന ഏറ്റെടുക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈശോയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടുകയാണ്. വലിയൊരു പാരഗ്രാഫാണ് 871. അതൊന്ന് വായിച്ചു നോക്കണം. ഈശോയുടെ അനുഗ്രഹം നിറയട്ടെ. ഫൗസ്റ്റീനാമ്മയ്ക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റിയ പോലെ, ഈശോയിൽ നിന്ന് കിട്ടിയ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റിയതുപോലെ നമുക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ പറ്റട്ടെ. ഈശോയുടെ നാമത്തിൽ, വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.